നമസ്കാരം. എന്തുവാ ഇത്? എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത്? എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? അന്യായം അന്യായം. അതൊക്കെ പോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച് കൂടുതലടേ. അമ്മയുടെ ഈ ഇടയ്ക്കൊന്നും ഇമാതിരി അടി നമ്മൾ കണ്ടിട്ടില്ല. അന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ അടിയായിരുന്നു. അവന്മാർ ഇനി ഈ വർഷം മൊത്തം ഞെട്ടി ഉണരും. ഈ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും അടി കണ്ട് ദുർസ്വപ്നം കണ്ട് മാറി എണീക്കും. ആ ലെവലിലുള്ള അടിയായിരുന്നു അടിച്ചത്. ഒരു മനുഷ്യരോട് ഇങ്ങനെ ചെയ്യരുത്. ഒരൊറ്റ ശത്രുക്കളോട് കൂടി നിങ്ങൾ ഇമാതിരി തെണ്ടത്തനം കാണിക്കരുത്. അമ്മാതിരി അടിയാ അടിച്ചത്. അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കൂൾ കുട്ടികളെ നേരിടുന്ന ലാഘവത്തോടു കൂടി അടിച്ച് പരുവാക്കി. അവരെ പരിപ്പിളക്കി അടിച്ച് തൂറിച്ചെന്ന് പറയില്ലേ, അടിച്ച് തൂറിച്ച് എന്ന് വെച്ചാൽ നമ്മള് ഈ കൊച്ചു പിള്ളേരെ അടിക്കുമ്പോൾ തൂറിക്കൊണ്ട് ഓടും, ബാക്കിലേക്ക് അടി അടി അടി. ആ ലെവലില്. അത് എവിടെ വെച്ച്? അത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്. സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് അവമാരെ നാട്ടിൽ ചെന്ന് അവമാരെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ അവമാരെ നാട്ടുകാരുടെ മുന്നിൽ ഇമ്മാതിരി അടിച്ചു തൂറിച്ചൊരു കളി വേറെ ഈ ഇടക്കാലത്ത് ഇത് കണ്ടിട്ടില്ല. അതിന് തിരഞ്ഞെടുക്കണം വേറെ ഏതെങ്കിലും കളി ഉണ്ടോന്ന്. അമ്മാതിരി അടിയാണ് അടിച്ചിട്ടുള്ളത്. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും അടിയോടടി. തിലക് വർമ്മ സത്യം പറഞ്ഞ സഞ്ജു സാംസണേക്കാളും ഒരു പടി മുന്നിലേക്ക്. ഇത് ഇത്രയേ ഉള്ളൂ. സ്കിൽറ്റ് പോലെ ഈക്കില് പോലത്തെ ചെറുക്കനാണ്. അടിക്കുന്ന അടി ഒന്നൊന്നര അടി. ബാക്ക് ടു ബാക്ക് സെഞ്ചുറി തിലക് വർമ്മയ്ക്ക്. തുടർച്ചയായ 2ാം സെഞ്ചുറി. അവന്റെ പൊസിഷൻ മാറ്റി ഇറക്കി. സൂര്യകുമാർ യാദവ് ഇറങ്ങേണ്ട, അതായത് ഫസ്റ്റ് ഡോൺ ആയിട്ട് തിലക് വർമ്മ ഇറക്കി. അവൻ അവിടെ തൊട്ട് ചേഞ്ച് ചെയ്തു. അവനെ നോക്കുക. അവന്റെ അവസരം അവൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം പിച്ച് അറിയാമല്ലോ, ബാറ്റ്സ്മാൻ തുണക്കുന്ന പിച്ച് തന്നെയായിരുന്നു ഇന്ത്യ ബാറ്റ് ചെയ്യണവര്. അതും കൂടി പറയണം. ഇന്ത്യ ബൗൾ ചെയ്യാൻ വന്നപ്പോഴേ ഈ ഇന്ത്യക്കാര് ബാറ്റ് ചെയ്തത് ഇന്ത്യൻ പിച്ചിലും ഈ പറയുന്ന ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്തത് ഓസ്ട്രേലിയൻ പിച്ചിലാണോ എന്നൊരു സംശയം. അമ്മാതിരി സിംഗ് ആയിരുന്നു ഈ പറയുന്ന അർഷദീപ് സിംഗ് എറിഞ്ഞത്. വീട്ടിൽ അവർക്ക് ബോൾ റീഡ് ചെയ്യാനോ ബാറ്റ് ചെയ്യാനോ ഈ ക്ലാസ്സിലൊക്കെ LP ആയി പോയി കണ്ട. ബാറ്റ് പൊക്കുന്നുമ്പോ LP ആയി, ബോൾ അങ്ങ് വന്ന് കയറിയായി. അമ്മാതിരി ആയിരുന്നു. ഭയങ്കര സിംഗ് ആയിരുന്നു. ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യക്ക് വരെ സിംഗ് ഉണ്ട്. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കൊരു പിടുത്തമില്ല. അവന്മാരെ തലങ്ങും വിലങ്ങും നിർത്താൻ പറ്റാതെ അവസാനം 1-2 ഓവർ, ഫസ്റ്റ് ഒരു ഓവർ, അതിനുശേഷം ലാസ്റ്റ് വരുന്ന 1-2 ഓവറിൽ മാത്രമാണ് സിക്സുകളൊന്നും പുറക്കാതെ പോയത്. ഈ കമന്ററി തന്നെ പറയുന്നുണ്ട്, എല്ലാരും ആലോചിക്കും എന്തിനാ ഇതില് സിക്സ് വരാത്തിരുന്നു. അടിയൊന്ന് വെച്ച പൊങ്ക എന്നെ അടിയോടെ അടിച്ച് കൂട്ടിക്കളഞ്ഞത് സഞ്ജു സാംസൺ എന്ന കളിയാണ്. ഞാൻ 2 കളി കൊണ്ട് 2 കളി തുടർച്ചയായ ടക്ക്. ഫസ്റ്റ് കളി സെഞ്ചുറി അടിച്ചതിന് ശേഷം 2 കളി തുടർച്ചയായ ടക്ക്. ഈ കളി ഞാൻ കഴിഞ്ഞ കളിയിലെ പറഞ്ഞു, ആക്രാന്തം വേണ്ട, ഒന്ന് നോക്കിക്കളി. അമ്മാതിരി തന്നെയാണ് അവൻ ഇന്ന് കളിച്ചത്. ഇന്ന് ഒരിക്കലും ഈ പറയുന്ന സ്റ്റംപ് വിട്ട് ബാക്കോട്ട് ഇറങ്ങി കളിക്കാൻ ശ്രമിച്ചു. അതപ്പോ കുറച്ച് ഫോം ആയതിനു ശേഷം ആദ്യം അവൻ ഫസ്റ്റ് ഓവറൊക്കെ നോക്കി തന്നെയാണ് കളിച്ചത്. ഒന്ന് ഗ്രീസിന് ബാക്കിലോട്ട് ഇറങ്ങി കുറച്ച് സ്പേസ് ചെയ്ത് കളിച്ചെന്നല്ലാതെ സ്റ്റംപ് വിട്ടിറങ്ങി കളിക്കാൻ ശ്രമിച്ചില്ല. അതിന്റെ ഫലം അവന് ഇന്നുണ്ടായി. അവൻ ഇന്ന് നോക്കി കളിച്ചത് കൊണ്ട് അതിന്റെ ഫലം അവന്റെ കഴിഞ്ഞ കളി സെഞ്ചുറി അടിക്കാനുള്ള ഗ്രൗണ്ട് ആയിരുന്നു. മനസ്സിലായോ? പക്ഷേ എന്തൊക്കെ ആയിക്കോട്ടെ, 2 കളി ഡക്ക് ആയിക്കോട്ടെ, ഇപ്പൊ ഈ ടോപ്പ് സ്കോറേഴ്സില് 2nd പൊസിഷൻ സഞ്ജു സാംസൺ ആണ്. ടോപ്പ് എനിക്ക് തിലക് വർമ്മയാണ്. 2ാം സ്ഥാനം ഈ പറയുന്ന സഞ്ജു സാംസൺ ആണ്. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ വന്ന് ഇന്ത്യൻ പിച്ച് എന്നേ സൗത്ത് ആഫ്രിക്ക പിച്ചിൽ വന്നാണ് 2 സെഞ്ചുറി അടിച്ചത്. അവിടെ ആകെ കൂടി സെഞ്ചുറി അടിച്ച 2 വ്യക്തികളെ ഉള്ളൂ. അവർ 2 സെഞ്ചുറി വീതം അടിച്ചു. ഈ പറയുന്ന തിലക് വർമ്മയും സഞ്ജു സാംസണും 2 പേരും ആ കൂടി 4 കളിയേ ഉള്ളൂ. മനസ്സിലായോ? 4 കളിയിൽ സഞ്ജു സാംസൺ 2 കളി ടക്ക്, 2 കളി സെഞ്ചുറി. അങ്ങനെയാണ് പോയത്. തിലക് വർമ്മ എല്ലാ കളിയും ഒരുവിധം കളിച്ചു എന്ന് പറയാം. 2 സെഞ്ചുറി തുടർച്ചയായും ബാക്കി എല്ലാ കളിയിലും കുറച്ച് റൺസ് ഒക്കെ അടിച്ചത് കൊണ്ട് തന്നെ 286 റൺസ് നമ്മുടെ ടോപ്പ് സ്കോററാണ് ഈ ടൂർണമെന്റിൽ. ഈ പരമ്പരയിൽ സഞ്ജു സാംസൺ തൊട്ട് താഴെയുണ്ട് എനിക്ക് തോന്നുന്നത് 200 റൺസ്, 216 അങ്ങനെ എന്തോ ആണ്. 2ാം സ്ഥാനമുണ്ട്. മനസ്സിലായോ? അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ തന്നെ ഒരു വേദിയിട്ട് പറഞ്ഞായിരുന്നു, ഇത് ഭയങ്കര വലിയൊരു മൂഞ്ചിയ ടീമായിപ്പോ എന്ന് പറഞ്ഞു. കാരണം എല്ലാ യങ്സ്റ്റേഴ്സ് ആരും ഇല്ല. എല്ലാവരും മറ്റേ ടെസ്റ്റിന് വേണ്ടിയിട്ട് കുത്തിത്തേക്ക് അലി വെച്ച് ഇതിലെല്ലാം കൂടെ യങ്സ്റ്റേഴ്സ് എങ്ങനെ ജയിക്കും? അത് സൗത്ത് ആഫ്രിക്ക ഇപ്പൊ എങ്ങനെ ജയിക്കുമെന്ന് വരെ ഞാൻ സംശയം പ്രകടിപ്പിച്ചു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ഞെട്ടി എണീക്കും. ഇനി രാത്രി മുള്ളിയാൽ തന്നെ മുള്ളാൻ വരെ ചാൻസ് ഉണ്ട്. മാർക്കറൊക്കെ പോയി. ഇതോടെ മാർക്കത്തിന്റെ ക്യാപ്റ്റൻസി തെറിക്കുമെന്ന് തോന്നുന്നു. ഓട്ടസിയൊക്കെ അടിച്ച് റെഡിയാക്കുന്നുണ്ട്. അടിച്ച് ഒരു തറ ഇടാൻ സമ്മതിക്കാത്ത രീതിയിൽ അടിക്കുന്നുണ്ട്. സഞ്ജു സാംസണൊക്കെ നിന്ന് നെഞ്ചു വിളിച്ചിട്ട് ടബേനാണ് അടിച്ചത്. സഞ്ജു സാംസൺ
56 ബോളിൽ നിന്ന് 109 റൺസ് അടിച്ച്. അതിന് മുമ്പ് ഇന്ത്യ എത്ര അടിച്ചെന്ന് പറയണ്ടേ? ഇന്ത്യ 20 ഓവറിൽ നിന്ന് 283 റൺസ്, വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. അഭിഷേക് ശർമ്മ അവന് ആദ്യം കുറെ അടി അടിച്ചിട്ടാ പോയത്, കുറച്ച് ആക്രമണം കൂടിപ്പോ, കുറച്ച് ആവേശം കൂടിപ്പോ എന്നുള്ളതേ ഉള്ളൂ. 283 റൺസാണ് അടിച്ചു കൂട്ടിയത് 20 ഓവറിൽ. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക 18.2 ഓവർ എറിയുമ്പോഴത്തേന് 148 റൺസിന് ആൾ ഔട്ടായി. 135 റൺസിന്റെ കുട്ടൻ വിജയം. കുറെ നാൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കൂറ്റൻ വിജയമാണ് ഇന്ത്യക്ക് നേടിക്കെടുത്തത്. അതിന്റെ നെടുന്തൂണായി ചുക്കാൻ പിടിച്ചെന്ന് മറ്റാരുമല്ല, സഞ്ജു സാംസണും തിലക് വർമ്മയുമാണ്. തിലക് വർമ്മയ്ക്കായിരിക്കും മാൻ ഓഫ് ദി മാച്ച് എന്ന് തോന്നുന്നു, കണ്ടില്ല. അപ്പോ സഞ്ജു സാംസൺ 56 ബോളിൽ നിന്ന് 109 റൺസുകൾ, 9 സിക്സുകളും 6 ഫോറുകളും സഞ്ജു സാംസൺ. അഭിഷേക് ശർമ്മ 18 ബോളിൽ നിന്ന് 36 റൺസ്, 4 സിക്സുകളും 2 ഫോറുകളും ഔട്ടായിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി. പിന്നെ വരുന്നു തിലക് വർമ്മ. കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി വീരം വന്നു, അങ്ങോട്ട് തുടങ്ങി. അവൻ 47 ബോളിൽ നിന്ന് 120 റൺസ് ആണ് അടിച്ചത്. രണ്ടുപേരും നോട്ട് ഔട്ട്. അതായത് തിലക് വർമ്മയും സഞ്ജു സാംസണും നോട്ട് ഔട്ട്. ഒരൊറ്റ വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. 10 സിക്സുകളും 9 ഫോറുകളും അടിച്ചുകൊണ്ട് തിലക് വർമ്മ ചില ഷോട്ടുകളൊക്കെ പ്രതീക്ഷിക്കാത്ത ഷോട്ടുകൾ അടിച്ചു കളഞ്ഞു കേട്ടോ. പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ കുറെ കിടിലം ഷോട്ട് അടിച്ചു, ഇല്ലെന്ന് പറയാം. അതുപോലെ അവനെ കണ്ടതുപോലെയല്ല, അത്രയ്ക്ക് കിടിലം പിന്നീട് പവർ ഉണ്ട് അവന്റെ പവർ ഹിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവൻ അടിച്ചതെല്ലാം പുറത്ത് ഒന്നും. പിന്നെ അവനൊരു ചാൻസ് ഉണ്ട്. സഞ്ജു സാംസൺ ലൈഫില്ല, പക്ഷെ അവന് ലൈഫ് ഉണ്ടായിരുന്നു. തിലക് വർമ്മയ്ക്ക് ഒരു പുട്ട് ലൈഫ് ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് ജാൻസൺ ആണെന്ന് തോന്നുന്നു, ജാൻസനെ വിട്ടു കളഞ്ഞു. അല്ലാതെ എനിക്ക് സെഞ്ചുറി തേക്കിലായിരുന്നു. അവന് ഭാഗ്യമുണ്ട്. പക്ഷെ സഞ്ജു സാംസന് അങ്ങനെ പിന്നീട് ഈ പറഞ്ഞുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല, അങ്ങനെ ലൈഫ് ഒന്നും ഇല്ലായിരുന്നു. സഞ്ജു സാംസൺ ഒരു ബോൾ എന്താ പൊങ്ങി താഴെ, അവിടെ ആരുമില്ല, അത് ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ക്ലിയർ ആയിരുന്നു കേട്ടോ. ഈ കോട്ടസിയൊക്കെ പിന്നെ ലോങ് ബോളിലൊക്കെ അടിച്ചൊക്കെ കിടിലമായിരുന്നു. അപ്പൊ തിരിച്ച് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക സത്യം പറഞ്ഞാൽ വരുന്നു പോകുന്നു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അർഷദീപ് സിംഗിന്റെ കിടിലം മാരക സ്വിംഗ് ബൗളിംഗിന് മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാനും കൂടി കഴിയാതെ 10-4 ആയിരുന്നു അവർ. 10 റൺസിന് 4 വിക്കറ്റ് ആയിരുന്നു കേട്ടോ. ഓപ്പണർ 1, മറ്റേ ഹെൻഡ്രിക്സ് 0, മാർക്കാം 8, പിന്നെ സ്റ്റബ്സ് 43 റൺസ് അടിച്ച് 29 ബോളിൽ നിന്ന്. ക്ലാസൻ ഡക്ക്, ഡേവിഡ് മില്ലർ 36, പിന്നെ ജാൻസൺ. കഴിഞ്ഞ വട്ടം ജാൻസൺ അടിച്ചു, ഈ വട്ടം ജാൻസണിക്ക് നോട്ട് ഔട്ട് ആണ്. 29 റൺസ് അടിച്ചിട്ടുണ്ട്. 12 ബോളും 2 സിക്സും 3 സിക്സും 2 ഫോറും. എന്തൊരു സിക്സായി ജാൻസൺ അടിക്കുന്നത്. ജാൻസൺ അണ്ണാ അടി ഭയങ്കരമാണ്. ഇപ്പം IPL ഓപ്ഷൻ വരെയാണ്, എല്ലാവരും കൂടി ചാടി വീണിട്ട് ഇങ്ങോട്ടെ. അവർക്കൊക്കെ കോടികൾ ഇനിയിപ്പോ കിട്ടാൻ കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും പടപട പോയി. ഇനി വിക്കറ്റ് നോക്കുന്നത് ഹർഷദീപ് സിംഗിന് 3 വിക്കറ്റ് എടുത്തു. 4 കൂടി കിട്ടുക ലാസ്റ്റ് ഓവർ കിട്ടിയില്ല. പിന്നീട് ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. രമൺദീപ് സിംഗ് ലാസ്റ്റ് എന്തായാലും അവനൊരു വിക്കറ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ കൊടുത്ത് അങ്ങനെ അവനൊരു ലാസ്റ്റ് ഒരു വിക്കറ്റ് കിട്ടി. അവന്റെ ഒരു വിക്കറ്റ് പുട്ടുപോലെ കളഞ്ഞു നമ്മുടെ പ്രാന്തം കളഞ്ഞു രവി ബിഷ്ണോയി കളഞ്ഞു. പിന്നെ വരുൺ ചക്രവർത്തിക്ക് 2 വിക്കറ്റ് കിട്ടി. പക്ഷെ വരുൺ ചക്രവർത്തി ഇന്നും ഞാൻ കണ്ടത് ഒരു കാര്യം, വരുൺ ചക്രവർത്തിക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി ലൈനിൽ എന്ത് ഇന്നും പോകുന്നതായിട്ട് കണ്ടു. ഒരു അടി കിട്ടിയപ്പോൾ തന്നെ അതുവരെ കിടിലമായിട്ട് എറിഞ്ഞോട്ടുന്നവൻ ഈ പറഞ്ഞ ഒരു അടി കിട്ടി പറഞ്ഞാൽ പിന്നെ അവൻ വൈഡ് എറിയാൻ നോക്കുന്നു. വൈഡിൽ എന്ത് എറിയാൻ നോക്കുന്നു. എന്തോ ഒരു ടെമ്പർമെന്റ് കുറവ് പോലെ എനിക്ക് തോന്നുന്നു. അടി കിട്ടിയില്ലേ അവനെ പിടിച്ചേ കിട്ടില്ല. ഒരു അടി വീണ് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് പോകുന്നു. കുറച്ചുകൂടി കളിയും കൂടി മാറുമ്പോൾ അത് മാറും. പക്ഷെ രവി ബിഷ്ണോയി ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൈറ്റായിട്ട് എറിഞ്ഞു. 3 ഓവർ എറിഞ്ഞാലും 1 വിക്കറ്റ് കിട്ടി. 28 റൺസും കിട്ടിയിട്ടുണ്ട്. അക്ഷർ പട്ടേൽ 1 ഓവർ എന്താ എറിഞ്ഞോളം തോന്നുന്നു. 2 ഓവർ എറിഞ്ഞ് 2 വിക്കറ്റ് അക്ഷർ പട്ടേലിന് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇതാണ് സമ്മറി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറെ കാലത്തേക്ക് നമുക്ക് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. സഞ്ജു സാംസൺ ഇനി എന്തായാലും ഇന്ത്യൻ ടീമിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആസ് എ ഓപ്പണർ ആയെങ്കിലും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ മാറി നിൽക്കുന്ന ഈ പറയുന്ന ആരാണ്, നമ്മുടെ ഋഷഭ് പന്തിനായിക്കോട്ടെ, ചുമ്മൻ ഗില്ലിനായിക്കോട്ടെ, അവർക്കെല്ലാം ഒരു ഭീഷണിയായി സഞ്ജു സാംസൺ എന്തായാലും വന്നു കഴിഞ്ഞു. എന്നാലും ഇന്ത്യ 4 കളികളുള്ള പരമ്പരയിൽ 2-1 പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. പരമ്പര സ്വന്തമാക്കി എന്ന് മാത്രമല്ല രാജകീയമായാണ് പിന്നെ പരമ്പര ജയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയെ 8 നിലയിലും പൊട്ടിച്ചുകൊണ്ട്, അതായത് ഈ കളി നോക്കിക്കഴിഞ്ഞാൽ ഒരു നിലയിലും ഒരു സ്ഥലത്ത് പോലും ഒരു തരുമ്പ് പോലും മേധാവിത്വം സ്ഥാപിക്കാൻ കഴിയാതെ ഈ പറഞ്ഞ നാണം കെട്ട് കൂറിപ്പെടുത്ത് ഈ ഗ്രൗണ്ട് വിട്ടു പോകേണ്ട അവസ്ഥയാണ് സൗത്ത് ആഫ്രിക്ക വന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.